അംഗം 1 ത്രിവിക്രമത്തമ്പുരാന്റെ പലിശക്കെടുത്ത് പണിത് പണി കിട്ടിയ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവ്. അവിടേക്ക് ഒരു അറിയിപ്പുമായി യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കടന്നുവരുന്ന വൃത്തികെട്ടൊരു ഭൃത്യൻ. പ്രിയമുള്ള നാട്ടുകാരെ, നമുക്ക് സ്ഥിരം തലവേദന എടുത്ത് തലമണ്ട പൊട്ടിപ്പൊളിയുന്ന നമ്മുടെ തലവേദന തമ്പുരാൻ അറിയിക്കുന്നത് എന്തെന്നാൽ, പലിശ കൊടുത്ത് പണിഞ്ഞ ഈ കൊട്ടാരത്തിന്റെ പലിശ കൃത്യമായി അടയ്ക്കാത്തതിനാൽ ജപ്തി നോട്ടീസ് വന്ന മഹാരാജാവ് സങ്കടത്തിലായ വിവരം സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. ആയതിനാൽ രാജാവ് വിവിധ വേഷങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ഷർട്ട്, പാന്റ്, അരി, തേങ്ങ, കപ്പ, പലചരക്ക് സാധനങ്ങൾ എന്നിവ നൽകി അദ്ദേഹത്തെ സഹായിക്കണമെന്ന് അദ്ദേഹം കർശനമായി ഉത്തരവിട്ടിരിക്കുന്നു. രാജാതിരാജൻ, വീരശൂര സിംഹൻ, ഉത്തുംഗ സിംഹൻ, രാജരാജ ചോളൻ, ഈ നാടിന്റെ പൊന്നു തമ്പുരാൻ ത്രിവിക്രമത്തമ്പുരാൻ എന്ന മഹാസംഭവം ഇതാ ഒരു ഒന്നൊന്നര മഹാരാജാവ് എഴുന്നള്ളുന്നേ. മഹാരാജാവ് നീണാൾ വാഴട്ടെ, മഹാരാജാവ് നീണാൾ വാഴട്ടെ. മഹാരാജൻ, അങ്ങ് രാജാവല്ലേ? ഇതൊക്കെ വിളിച്ചു പറയാൻ നമ്മുടെ തങ്കപ്പടയില്ലേ? എവിടെ തങ്കപ്പടൻ? തങ്കപ്പട വിളിക്കരുത്. എടോ, ഞാൻ 3-4 ദിവസമായിട്ട് അവനെ കാണാതെ മുങ്ങി നടക്കുക. കണ്ടാൽ അവൻ ആ മാസത്തെ ശമ്പളം ചോദിക്കും. മാത്രമല്ല, ഒറ്റയ്ക്ക് കിട്ടി അവൻ എന്റെ പക്കിനിട്ട് കുത്തുന്ന് പറഞ്ഞല്ലേ നടക്കണത്. കാശില്ലെന്താ? അങ്ങക്ക് ഭയങ്കര ദൂർത്താണല്ലോ. ദൂർത്തോ? ഒരു തോർത്ത് വാങ്ങാൻ പോലും കാശില്ലാത്ത നമുക്ക് ദൂർത്തോ? എന്നിട്ടാണ് കൊട്ടാരത്തിൽ പുതിയ കറങ്ങണ കക്കൂസ് മേടിച്ചു വെച്ചത്. കറങ്ങണ കക്കൂസോ? അതെ, കൊട്ടാരത്തിന്റെ അടുക്കളപ്പുറത്തിരിക്കണ ഞാൻ കണ്ടല്ലേ. സംഗതി ഏതായാലും കൊള്ളാം. ഞാനൊന്ന് ഉപയോഗിച്ചു നോക്കി. കറങ്ങുകയും ചെയ്യാൻ കാര്യവും സാധിക്കാം. വൃത്തികെട്ട പട. എടോ, അത് കറങ്ങുന്ന കക്കൂസ് അല്ല, അതിന്റെ പേരാണ് ഗ്രൈൻഡർ. ഈശ്വര, ഈ കൊട്ടാരത്തിലെ പടകൾക്കൊന്നും ഒരു വിവരവും ഇല്ലല്ലോ. എന്ത് പറ്റി രാജൻ? ടെൻഷൻ അടിക്കുമ്പോ അങ്ങക്ക് വരുന്ന ആ നശിച്ച തലവേന വീണ്ടും വന്നു പട വന്നു. അബേ എവിടെ നമ്മുടെ മന്ത്രി പുങ്കവൻ? മന്ത്രിയെ വിളിക്കൂ. ആരോട് പറയാ? ഞാൻ വിളിച്ച എനിക്ക് തന്നെ കൊള്ളാം. മന്ത്രിയുടെ കിടന്ന് കൂവണ്ടാവേ, അങ്ങോട്ട് തന്നെ വന്നത്. മന്ത്രി, നിങ്ങൾ എന്താണ് ഇത്രയും നേരം വരാൻ വൈകിയത്? എന്റെ മഹാരാജൻ, നമ്മുടെ നാട്ടിലെങ്ങും ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. ഞാൻ തന്നെ കുളിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞു. എന്ത്? നമ്മുടെ കൊട്ടാരത്തിലും നാട്ടിലും വെള്ളമില്ലെന്നോ? ഉടൻ തന്നെ നമ്മുടെ കൊട്ടാരം ഭൂഗർഭ ശാസ്ത്രജ്ഞനോട് വരാൻ പറയൂ. അത് കൊള്ളാം. ഭൂഗർഭ ശാസ്ത്രജ്ഞനെ അയാളുടെ 12ാമത്തെ പെണ്ണുമ്പുളുടെ 16ാമത്തെ പ്രസവത്തിന് പോയിരിക്കുക. ഈശ്വര, ഇയാൾ ഭൂഗർഭ ശാസ്ത്രജ്ഞനോ അതോ സ്ത്രീ ഗർഭശാസ്ത്രജ്ഞനോ? മഹാരാജൻ, ഞാൻ വരാൻ വൈകിയതിന് വേറൊരു കാരണം കൂടിയുണ്ട്. പറയൂ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ഒരു കൊച്ചു കുളത്തിൽ വീണു. സവാളവട, മുളക് ബജി, അടിപൊളി. ഈ വർഷത്തെ ധീരതയ്ക്കുള്ള അവാർഡ് നമ്മുടെ മന്ത്രിക്ക് തന്നെ. ആ കൊച്ചു കുളത്തിൽ വീണപ്പോൾ സാഹസികമായി രക്ഷപ്പെടുത്തിയല്ലേ? അയ്യോ, അതല്ല, ഞാനൊരു കൊച്ചു കുളത്തിൽ വീണെന്നാ പറഞ്ഞത്. ഒരു വിധത്തിലാ കേറി പോന്നത്. കുളത്തിൽ വീണാലും മന്ത്രിയുടെ ശരീരത്തിന് നല്ല സുഗന്ധമുണ്ട്. ഇതെങ്ങനെ ഒപ്പിച്ച്? അത് ഞാനൊരു സെന്റ് അടിച്ചതാ. ഓഹോ, ഒരു സെന്റ് അടിച്ചപ്പോൾ ഇത്രയും മണമുണ്ടെങ്കിൽ 1 ഏക്കർ അടിച്ചാൽ എന്ത് മണമായിരിക്കും? എന്തിട്ട് മരങ്ങോടന. ആട്ടെ, മഹാരാജാവ് എന്തിനാ എന്നെ വിളിച്ചത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മന്ത്രി പറഞ്ഞു. എന്തുട്ട്? അല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മന്ത്രിയോട് പറയാനുണ്ട്. എന്താ പറ. നമ്മുടെ മകൾക്ക് വിവാഹപ്രായമായി. ഉടൻ തന്നെ അവളുടെ കല്യാണം നടത്തണം. മന്ത്രി എന്തു പറയുന്നു? എനിക്ക് 1000 വട്ടം സമ്മതമാണ്. പിന്നെ കാരണന്മാരൊക്കെ കൂടി തീരുമാനിച്ചൊരു തീയതി ഉറപ്പിച്ചോ. ഞാനെപ്പോഴും റെഡിയാണ്. എടോ വിണ്ണം മന്ത്രി, നമ്മുടെ കൊട്ടാരം തൂപ്പുകാരി തങ്കമണി കൊല്ലപ്പെട്ട കേസിന്റെ അന്വേഷണം എവിടെ വരെ ആയി? എല്ലാം ക്ലിയർ ആയി. അന്വേഷണം അവസാനിക്കാറായി. വെരി ഗുഡ്. ഇനി 2 കാര്യങ്ങൾ കൂടി അറിയാനുള്ളൂ. എന്തൊക്കെയാണത്? 1 കൊന്നു, 2 എന്തിനു കൊന്നു. ഈ 2 ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ അന്വേഷണം സക്സസ്. വെരി ഗുഡ്. ആട്ടെ മന്ത്രി, നമ്മുടെ രാജ്യത്ത് എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? വളരെ ദയനീയമാണ് മഹാരാജാവേ ജനങ്ങളുടെ അവസ്ഥ. എങ്ങും പട്ടിണിയും ദാരിദ്ര്യവും മാത്രം. ഇക്കണക്കിന് പോയാൽ എല്ലാവരും ആത്മഹത്യ ചെയ്യേണ്ടി വരും. നോ, ആത്മഹത്യ ചെയ്താൽ കൊന്നുകളയും ഞാൻ. മന്ത്രി,
ഇവിടെ എന്താണൊരു കുറവ്? കഷ്ടപ്പാടിന് കഷ്ടപ്പാടില്ലേ? ഉവ്വ. ദാരിദ്ര്യത്തിന് ദാരിദ്ര്യമില്ലേ? ഉവ്വ. ദുരിതത്തിന് ദുരിതമില്ലേ? ഉവ്വ. പട്ടിണിക്ക് പട്ടിണിയില്ലേ? ഉവ്വ. എന്നിട്ടും ആർക്കും ഒന്നും മതിയാകുന്നില്ല. അമ്മേ, ആ! എന്തു പറ്റി രാജൻ? അങ്ങേക്ക് വീണ്ടും ടെൻഷൻ അടിക്കുമ്പോൾ വരുന്ന തലവേദന വന്നോ? വന്നു മന്ത്രി, വന്നു. അമ്മേ, അയ്യോ, ആ! മന്ത്രി, എന്തായാലും കൊട്ടാരത്തിലെ ചിലവുകൾ അല്പം കൂടുന്നുണ്ട്. ജീവിക്കാൻ പഠിക്കണം. അതെങ്ങനെയാണ് പ്രഭു? എന്നെ നോക്കൂ. 50 ഗ്രാം ടൂത്ത് പേസ്റ്റ് കൊണ്ട് ഞാൻ 2 കൊല്ലം പല്ല് തേക്കും. അതിന്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ മന്ത്രി, നിങ്ങളുടെ വീട്ടിലെ പട്ടിയുടെ കുര കാരണം എന്റെ റാണിക്ക് പാട്ട് പഠിക്കാൻ പറ്റണില്ലെന്ന് അവള് പരാതി പറഞ്ഞേക്കണ്. ആദ്യം റാണിയുടെ പാട്ട് പഠിത്തം നിർത്ത്. അപ്പൊ പട്ടി താനെ കൊര നിർത്തിക്കോളും. റാണി ഇതെന്താണ്? കവളത്തൊരു റാണി. പ്രഭു, ഭാര്യ തല്ലാൻ വരുന്നു. പ്രഭു, ഭാര്യ തല്ലാൻ വരുന്നു. അയ്യോ, എന്റെ അമ്മോ! നിക്ക് മഹാരാജൻ, നിക്ക്. എന്റെ ഭാര്യ എന്നെ തല്ലാൻ വരുന്നതിന് അങ്ങെന്തിനാ ഓടുന്നത്? ആരുടെ ഭാര്യയാണെന്ന് താൻ നേരത്തെ പറഞ്ഞില്ലല്ലോ. ഞാൻ വേറൊരു കല്യാണം കഴിക്കാൻ പോകുന്ന വിവരം അറിഞ്ഞിട്ട് അവൾ എന്നെ തല്ലാൻ വരുവാണെന്നല്ലേ ഞാൻ വിചാരിച്ചത്. മഹാരാജൻ, ഒരു സന്തോഷ വാർത്ത വന്നിട്ടുണ്ട്. എന്താണ് പടാ? അങ്ങയുടെ മകന്, അതായത് നമ്മുടെ രാജകുമാരന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ചാൻസ് കിട്ടിയെന്നും പറഞ്ഞൊരു കത്തുണ്ടായിരുന്നു. ഈശ്വര, അത്രയ്ക്ക് മോശമാണോ അവന്റെ ക്രിക്കറ്റ് കളി? അവനെ കുറിച്ച് എനിക്ക് എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു. എല്ലാം അസ്ഥാനത്തായല്ലോ. അമ്മേ, ആ! മഹാരാജൻ, അങ്ങക്ക് ടെൻഷൻ അടിക്കുമ്പോൾ വരാനുള്ള തലവേദന വീണ്ടും വന്നോ? വന്നു പടാ, വന്നു. ഭഗവാനെ, എന്റെ തല! മഹാരാജൻ, അങ്ങയുടെ ഈ ഒടുക്കത്തെ തലവേദന മാറ്റാൻ മരുന്ന് പറിക്കാൻ പോയ രാജഗുരു അതാ വരുന്നു. മഹാരാജൻ ഉരിയാടിയാലും ആ രാജഗുരു, ടെൻഷൻ അടിക്കുമ്പോൾ നമുക്ക് ഇടക്കിടക്ക് വരുന്ന ഈ തലവേദന മാറ്റാനുള്ള ഒരു പരിഹാരം അങ്ങ് കണ്ടില്ലേ? എങ്ങനെ മാറാനാണ്? കാലമടെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടാ, തെറുപ്പ് വീടി വലിക്കല്ലേന്ന്. അങ്ങനെ വലിക്കാൻ തോന്നുമ്പോ ആ കാശ് കൊടുത്ത് മിഠായി മേടിക്കാനില്ല ഞാൻ പറഞ്ഞേക്കണത്. ഞാൻ മിഠായി മേടിച്ചു രാജഗുരു. എന്നിട്ട് എത്ര കത്തിച്ചിട്ടും ആ മിഠായി കത്തുന്നില്ല. ഓ നിന്നോട് പറഞ്ഞു എന്റെ തൊണ്ടയിലെ വെള്ളം പറ്റിയില്ലടാ. ഓ എല്ലാം പോട്ടെ, പേത്താൻ പറയാം. ഇനിയിപ്പോ മഹാരാജാവിന്റെ തലവേദന മാറണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താണ് രാജഗുരു? മഹാരാജാവിന്റെ തലച്ചോറ് എടുത്തങ്ങോട്ട് മാറ്റുക. പകരം അവിടെ എന്ത് വയ്ക്കും? പകരം അമേരിക്കയുടെയോ ജപ്പാന്റെയോ ഇന്ത്യയുടെയോ തലച്ചോറ് എടുത്ത് വെച്ചാ മതി. ഓഹോ, എങ്കിലൊട്ടും വൈകണ്ട. നമുക്ക് അമേരിക്കയുടെ തലച്ചോറ് തന്നെ എടുത്ത് അങ്ങ് ഫിറ്റ് ചെയ്യാം. അമേരിക്കയുടെ തലച്ചോറാവുമ്പോ 1 ലക്ഷം രൂപ വില വരും. എന്ത്? 1 ലക്ഷം രൂപയോ? അതെ മഹാരാജൻ, അവരുടെ തല അപാര തലയാണ്. ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ പോയതും നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയതും അമേരിക്കയുടെ തലച്ചോറ് ഉപയോഗിച്ചല്ലേ. അപ്പൊ ഇത്രയും വിലയൊക്കെ വരും. അയ്യോ, വേണ്ട 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 വേണ്ട. എങ്കിൽ അമേരിക്കയുടെ തലച്ചോറ് നമുക്ക് വേണ്ട. നമുക്ക് ജപ്പാന്റെ തലച്ചോറ് വെച്ചാലോ? ആ ജപ്പാന്റെ തലച്ചോറാവുമ്പോഴത്തേക്ക് നമുക്കൊരു 50,000 രൂപക്ക് വാങ്ങാം. 50,000 രൂപയോ? എന്റെ മഹാരാജൻ, കമ്പ്യൂട്ടർ അടക്കമുള്ള നിരവധി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കണ്ടുപിടിച്ചത് ജപ്പാന്റെ തലച്ചോറ് ഉപയോഗിച്ചല്ലേ. അതാണ് ഇത്രയും വില വരുന്നത്. അയ്യോ, എങ്കിൽ നമുക്ക് അതും വേണ്ട. ഇനിയിപ്പോ ഒട്ടും മടിച്ചു നിൽക്കണ്ട. നമുക്ക് ഇന്ത്യക്കാരുടെ തലച്ചോറ് തന്നെ അങ്ങോട്ട് വയ്ക്കാം. അതാണ് ഒരു കുഴപ്പം. ഇന്ത്യക്കാരുടെ തലച്ചോറാവുമ്പോ ഒരു 20 ലക്ഷം രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. രാജഗുരു, നാം എന്താണ് ഈ കേൾക്കുന്നത്? നിരവധി അനവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയ അമേരിക്കയുടെയും ജപ്പാന്റെയും തലച്ചോറിനേക്കാൾ കൂടുതൽ വിലയോ നമ്മുടെ ഇന്ത്യയുടെ തലച്ചോറിന്? എന്റെ പൊന്ന് തിരുമേനി, ഈ അമേരിക്കയുടെയും ജപ്പാന്റെ ഒക്കെ തലച്ചോറുണ്ടല്ലോ, ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിച്ച് വെറുതെ ബ്ലീച്ചായി പോയ തലച്ചോറാണ്. അതുപോലെയല്ല നമ്മുടെ ഇന്ത്യക്കാരുടെ തലച്ചോറ്. ഇതുവരെ ഒരു സാധനം പോലും കണ്ടുപിടിക്കാത്ത ഫ്രഷ് തലച്ചോറാ മോനെ, ഫ്രഷ്. അതുകൊണ്ടാണ് ഇതിന് ഇത്ര വില. ഈശ്വര, ഇത്രയും കാശ് നമ്മുടെ കുടുക്കയിലില്ലല്ല. ഇനിയിപ്പൊ നാം എന്ത് ചെയ്യും രാജഗുരു? മഹാരാജൻ, തലച്ചോറിന്റെ കാര്യം ഓർത്ത് അങ്ങ് വിഷമിക്കണ്ട. ഓഹോ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്റെ ഈ തലയിൽ ഏത് രാജ്യത്തിന്റെ തലച്ചോറ് വയ്ക്കും രാജഗുരു? അങ്ങയുടെ ബുദ്ധിക്കും ശക്തിക്കും സ്വഭാവത്തിനും അനുസരിച്ച് ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. 10 പൈസ പോലും ചെലവും ചെയ്യണ്ട. ഓഹോ, ഏത് രാജ്യത്തിന്റെ തലച്ചോറാണത്? തലച്ചോറല്ല, പിന്നെ ചകിരിച്ചോർ. അതെടുത്ത് അങ്ങയുടെ തലയിൽ ഫിറ്റ് ചെയ്താൽ അങ്ങയുടെ തലവേദന പമ്പ കടക്കും. സന്തോഷമായി രാജഗുരു, നമുക്ക് സന്തോഷമായി. ചകിരിച്ചോറെങ്കിൽ ചകിരിച്ചോർ.